ആലപ്പുഴ പുല്ലുകുളങ്ങരയിൽ ലഹരിക്കടിമയായ മകൻ വെട്ടിക്കൊന്ന അച്ഛന്റെ സംസ്കാരം നാളെ നടക്കും. ആക്രമണത്തിൽ കൈവിരലുകൾ ഉൾപ്പെടെ അറ്റുപോയ അമ്മ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വെട്ടുകത്തികൊണ്ട് 50ഓളം തവണയാണ് നടരാജനെ നവജിത്ത് വെട്ടിയത്. പുല്ലുകുളങ്ങര സ്വദേശിയായ നടരാജൻ ഞായറാഴ്ച രാത്രിയാണ് കൊല്ലപ്പെട്ടത്. ലഹരിക്കടിമയായ മകൻ നവജിത്ത് വെട്ടുകത്തി കൊണ്ട് അച്ഛനെയും അമ്മ സിന്ധുവിനെയും വെട്ടുകയായിരുന്നു. നടരാജന്റെ ദേഹത്ത് 50ലധികം മുറിവുകളുണ്ട്. സിന്ധുവിന്റെ കൈവിരലുകൾ ഉൾപ്പെടെ അറ്റുപോയി. LLB പഠിച്ച നവജിത്തിന് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള പരീക്ഷ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ യുവാവ് പരീക്ഷയ്ക്ക് പോയില്ല എന്നു മാത്രമല്ല, ലഹരിയിൽ സഹോദരിയുടെ ആലപ്പുഴയിലെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരത്തോടെ പുല്ലുകുളങ്ങരയിലെ വീട്ടിലെത്തിയ നവജിത്തിനെ അച്ഛനും അമ്മയും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ടു. ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തു. ആഹാരം കൊടുക്കാനായി 9 മണിയോടെ അമ്മ കതക് തുറന്നപ്പോഴാണ് യുവാവ് അക്രമാസക്തനായത്. നമ്മൾ കാണുന്ന സമയത്ത് വെളിയിൽ നിന്ന് നോക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ഒരു രീതിയെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇത് ഡോറ് തുറന്ന് അകത്ത് ചെന്ന് ഈ ബോഡി ചേട്ടനെ ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കുന്ന ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയ്ക്ക് വികൃതമാക്കി കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ മുഖമായാലും കൈകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിയെ തൂങ്ങിക്കിടക്കുകയാണ്. കൈഞ്ഞ് മുട്ടിനെടുക്ക വന്നിരിക്കുക ചുരുണ്ട്. അതുപോലെ മുഖത്ത് ഈ കണ്ണിൻ്റെ ഭാഗം കണ്ണ് തെറിച്ച് പോയ രീതിയിലാണ്. അത്രയ്ക്ക് വികൃതമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. കണ്ടുകൊണ്ട് നിൽക്കാത്ത ഇതേ രീതിയിലൊരു കൊലപാതകം എനിക്ക് തോന്നുന്നത് ഇത് ഈ പ്രദേശത്ത് നടന്നിട്ടില്ല. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് അടുത്ത ദിവസം കോടതിയെ സമീപിക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.